ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പരിയനാമ്പറ്റ പൂരങ്ങളുടെ പ്രമാണി, അതായത് പടിഞ്ഞാറൻ ദേശത്തിൻ്റെ പ്രമാണിയാണ് നമ്മുടെ കല്ലൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ നമ്മുടെ കൂടിയുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ പരിയനാമ്പറ്റ പൂരം വരുന്നത് ഫെബ്രുവരി 19 തീയതിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മേളങ്ങൾ, പരിയനാമ്പറ്റ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ മേളങ്ങളാണ് മെയിനായിട്ട്. അതായത് അതിലത്തെ ഒരു മേളം ഉണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റ് കലാശിക്കുന്നത്, അതാണ് മെയിനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പരിയാനംപറ്റ ഭഗവതിയെ ഒന്ന് മനസ്സാൽ നമസ്കരിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. വള്ളുവനാടൻ പൂരങ്ങളിൽ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് പരിയാനംപറ്റ ക്ഷേത്രം. ഉഗ്രമൂർത്തിയായ ഭദ്രകാളി സങ്കല്പം വടക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ക്ഷേത്രം. ഈ വടക്കോട്ട് ദർശനം എന്ന് പറയുന്ന മുമ്പ് തന്നെ അത് ഈ ഭദ്രകാളിയുടെ ഉഗ്രരൂപത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ കാർഷികോത്സവമായിട്ടാണ് ഈ പൊതുവെ വള്ളുവനാടൻ ഭാഗത്തുള്ള ഉത്സവങ്ങൾ ഒട്ടുമിക്കതും കാർഷികോത്സവമായിട്ടാണ്. ആ കാർഷികോത്സവം എന്ന് പറയുന്നത് നമ്മൾ ഇരട്ടക്കാളകൾ എഴുന്നള്ളിക്കുന്ന ഒരു സമ്പ്രദായം, കാളവേല എന്നുള്ള പേരിലൊക്കെ അത് പൂരത്തിൻ്റെ തൊട്ട് തലേ ദിവസമായിട്ട് ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാവും. അതിൻ്റെ കാരണം ഇത് നമ്മൾ നിലം ഉഴാൻ, അതായത് വയലൊക്കെ പൂട്ടാൻ ഉപയോഗിച്ചിരുന്നത് മുമ്പ് കാളകളെയാണ്. ആ കാളകളെ ആരാധിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇണക്കാളകളെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതും അങ്ങനെ ഒരു സമ്പ്രദായം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, അവിടെ വരാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, കാളകളുടെ ആ ഒരു രണ്ട് ഫേസ് ആയിട്ട്. തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ കാളകളെ എഴുന്നള്ളിക്കുന്നത് അവിടെ മുളയങ്കാവിലാണ്. ഒരു ഏകദേശം 100 ജോഡി കാളകൾ വരെ അവിടെ എഴുന്നള്ളിക്കുന്നുണ്ട്. ഒട്ടും മോശമല്ല, ഇവിടെയും 10, 40, 60 കാളകൾ വരെ എഴുന്നള്ളിക്കുന്നുണ്ട്. ചുരുക്കം അതിൻ്റെ പറയണമെന്ന് വെച്ചാൽ പരിയാനംപറ്റ പൂരം സ്ഥിരം ഒരു ഡേറ്റാണ്. കുംഭം 1-ന് പൂരം മുളയിട്ട് കുംഭം 7-ന് പൂരം വരുന്ന രീതിയിലാണ് എല്ലാ വർഷവും ആഘോഷിച്ചു വരുന്നത്. ഇത് പടഹാദി ഉത്സവത്തിൽ പെട്ടതാണ്, ദിവസവും ആറാട്ടോട് കൂടിയിട്ടുള്ളത്. അപ്പോൾ മുളയിട്ട് കഴിഞ്ഞാൽ അന്ന് മുതൽക്ക് കൊടിയേറി അന്ന് മുതൽ തന്നെ ആറാട്ട് തുടങ്ങും. അതിൽ 1-ാം ആറാട്ട്, 2-ാം ആറാട്ട് ഇങ്ങനെ വന്നിട്ട് പൂരത്തിൻ്റെ തൊട്ട് തലേ ദിവസം വലിയ ആറാട്ട് എന്ന് പറയും. പൂരം ദിവസം രാവിലത്തെ ആറാട്ടോട് കൂടിയിട്ട് പിന്നെ ആറാട്ട് കഴിഞ്ഞു, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം പൂരം, ചെറിയ ആറാട്ട്, വലിയ ആറാട്ട്, പൂരം, ഇങ്ങനെയാണ് അവസാനത്തെ 3 ദിവസം. അതിൽ നമ്മൾ സത്യത്തിൽ അവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഈ വലിയ ആറാട്ട് ദിവസം കാളവേല രാത്രി 6 മണിക്ക് ദീപാരാധനയ്ക്ക് മുന്നേ എഴുന്നള്ളിക്കുന്ന 2 കാളകളുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കി കാളകളൊക്കെ എഴുന്നള്ളിക്കുന്ന രാത്രി 12 മണിയോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ആ തട്ടകം മുഴുവൻ, പരിയാനംപറ്റയുടെ തട്ടകം മുഴുവൻ ഒരുപാട് ദേശമുണ്ട് അവിടെ. കല്ലുവഴി, അതുപോലെ തന്നെ അടയ്ക്കാപ്പത്തൂര്, ഇങ്ങനെ തുടങ്ങിയിട്ട് ആ ചുറ്റുവട്ടമുള്ള ഒരുപാട് ദേശങ്ങൾ ഈ പരിയാനംപറ്റ തട്ടകത്തിൽ പെട്ടതാണ്. അപ്പോൾ പരിയാനംപറ്റ പൂരം എന്ന് പറഞ്ഞാൽ മേളാണ്. അപ്പോൾ ഒരു മേള പ്രമാണിയായിട്ട് ഇത്രയും ജനസാഗരത്തിൻ്റെ, അതായത് ആ ഒരു തിരമാലകൾ പോലെയാണ് ഒഴുക്ക്. അപ്പോൾ അതിൻ്റെ നടുവിൽ നിന്നിട്ട് പ്രമാണിക്കും. എന്താണ് ഞങ്ങളുടെ ഒരു ഫീലിംഗ്? തീർച്ചയായിട്ടും നമുക്ക് പരിയാനംപറ്റ പൂരത്തിന് നമ്മൾ പടിഞ്ഞാറൻ പൂരത്തിൻ്റെ പ്രമാണിയായിട്ടാണ് ഞാൻ വരുന്നത്. 3 ദേശങ്ങളാണ് പരിയാനംപറ്റ പൂരത്തിനുള്ളത്: വടക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ. ഇതാണ് അതിൻ്റെ ഓർഡർ. ആദ്യം വടക്കൻ പൂരം ഇറങ്ങും, പിന്നെ കിഴക്കൻ പൂരം ഇറങ്ങും, ഏറ്റവും അവസാനമായിട്ടാണ് നമ്മുടെ പടിഞ്ഞാറൻ പൂരം വരുന്നത്. ഏകദേശം 10 വർഷത്തോളമായി ഞാൻ ആ മേളം പ്രമാണിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്ന് വൈറലാവുന്നത് കൊറോണ വന്ന 2019-ലാണ്. അതിൻ്റെ ഏകദേശം 6 വർഷം മുമ്പ് ഞാൻ ഈ മേളം പ്രമാണിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഏറ്റവും പറയാനുള്ള, ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും നമുക്ക് അവിടുത്തെ ആ പോസിറ്റീവ് എനർജി, അവിടുത്തെ ഒരു വൈബ്, അത് നമ്മൾ അനുഭവിക്കുന്നതാണ്. പക്ഷേ പരിയാനംപറ്റ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പൂരം എഴുന്നള്ളിച്ച് നമ്മൾ ആ നടക്കിലേക്ക് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും നേരെ നടക്കിൽ നിന്നിട്ടാണ് നമ്മൾ കൊട്ടുക. ആ പൂരം കൊണ്ട് എഴുന്നള്ളിച്ച് നമ്മൾ എത്തുമ്പോൾ നേരെ നടക്കിലേക്കൊന്ന് നോക്കിയിട്ട് ആ ഭഗവതിയെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ. പിന്നെ അത്രയും ജനങ്ങളുടെ ഒരു ആരവവും, അതും നമുക്ക് നിയന്ത്രിക്കാൻ, നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് അതീതമായിട്ടുള്ള ഒരു ജനസമുദ്രം തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ആ മേളം കൊണ്ടുപോകുന്നത് ആ ജനങ്ങളാണ്. നമ്മളതിൻ്റെ നടുക്കിലിങ്ങനെ നിന്ന് കൺട്രോൾ ചെയ്യണു എന്നുള്ളത് ഒഴിച്ചാൽ ശരിക്കും അവരുടെ കൈകളിലും അവരുടെ ശരീരത്തിലും ആ മേളം, ആവേശം, ആ താളം, അതിലങ്ങോട്ട് അവരങ്ങോട്ട് മതിമറന്ന് എത്തുന്നൊരവസ്ഥ. അതിൻ്റെ കൂടെ നമ്മളും ഒരു ഭാഗമാവുന്ന ഒരു ഫീലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അത് ആദ്യത്തെ വർഷം നമ്മൾ അവിടെ എത്തിയ മുതൽ തന്നെ ഈ ഒരു ഫീല് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് 2019-ലാണ് ആ വീഡിയോ പുറത്തിറങ്ങി, സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു, വൈറലായി എന്നുള്ളത്. എന്തായാലും എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. അതിന് മുമ്പ് ഞാൻ ഒരുപാട് സ്ഥലത്ത് മേളം കൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം മേളം കൊട്ടുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന അനുഭവം ഒരുപാട്. ആ ഒരു മേളത്തിൻ്റെ പേരിൽ എനിക്കും ഒരുപാട്, ഞാൻ
ഉയർന്നു എന്നൊന്നും പറയില്ല, അവസരങ്ങൾ ഒരുപാട് എനിക്ക് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സത്യം. നമ്മുടെ ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് ആ പൂരത്തിൻ്റെ അനുഭവം ആ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ അവരിലെ ആവേശം മുഴുവൻ നമ്മളിലേക്കും കൂടി ഒരു സന്നിവേശിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടാറ്. സത്യത്തിൽ നമ്മൾ മെൻ്റലി ഒന്നും പ്രിപ്പയർ ചെയ്യാതെയാണ് പോവുക. കാരണം പക്ഷെ ഇപ്പോൾ ഓരോ വർഷവും നമുക്കത് സത്യത്തിൽ ഓരോ വർഷവും നമ്മൾ ഇനി എന്ത് വേണം ഇല്ലെങ്കിൽ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ ഈ വർഷത്തെ എന്തെങ്കിലും പുതുമ കൊണ്ടുവരാനായിട്ടോ അല്ലെങ്കിൽ പുതുമ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും, അവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു നമുക്ക് ഒരു ക്ലാസിക്കൽ അവിടെ വിലപ്പോവില്ല. കാരണം അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ആസ്വാദനത്തിൻ്റെ ഒരു അവസാന തലത്തിൽ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പീക്ക്, അതിൻ്റെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ അവർക്ക് കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ അവർ എല്ലാം മറന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിങ്ങനെ ആ ഒരു ലെവലിൽ നമ്മളിങ്ങനെ പോവും. അപ്പോഴത്തെ സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാനല്ല, ആ മേളം കൊണ്ടുപോകുന്ന മുഴുവൻ അവിടെ ദേവിയാണ്, അമ്മയാണ്. ആ അമ്മ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു എന്നും ഞാൻ പറയുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ എത്രയോ ആൾക്കാർ അവിടെ മേളം കൊട്ടുന്നുണ്ട്. ആ ഒരു ഫീല് നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് മേളം കൊട്ടുന്നുണ്ട്. പക്ഷെ അതൊരു പ്രത്യേക അവസ്ഥയാണ് അന്നത്തെ ദിവസം പ്രത്യേകിച്ചും. അത് കഴിഞ്ഞാൽ ഞാൻ പോയി തൊഴാറുണ്ട് അവിടെ. ഒരാഴ്ച ഇല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഇങ്ങനെ ഒരു 3-4 തവണ ഞാൻ അവിടെ പോയി തൊഴാറുണ്ട്. പക്ഷെ അന്നത്തെ ഒന്നും അവസ്ഥയല്ല പൂരം ദിവസം. പൂരം ദിവസത്തെ അവിടുത്തെ അതും ഈ പറഞ്ഞ പടിഞ്ഞാറൻ പൂരം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പൂരാണ്. കുട്ടിക്കലാശം തന്നെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ, അവരുടെ ആവേശത്തിൻ്റെ മുഴുവൻ ഒരു കലാശമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. സത്യത്തിൽ അതൊരു വല്ലാതെ ഈ പറഞ്ഞ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് അവിടുന്ന് അനുഭവിക്കാൻ പറ്റുന്നത്. അതിൽ എന്നും ഞാൻ ഈ പറഞ്ഞ പോലെ ആ അമ്മയോട് കടപ്പെട്ടിരിക്കും. അവിടുത്തെ പടിഞ്ഞാറൻ ദേശത്തിനോടും പടിഞ്ഞാറൻ പൂര കമ്മിറ്റികളോടും കമ്മിറ്റി അംഗങ്ങളോടും എന്നും കടപ്പെട്ടിരിക്കും. അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിന് താങ്ക് യു സോ മച്ച് ഫ്രം ചന്തക്കട. ഓക്കെ, താങ്ക് യു.